ഹലോ, ഇന്ന് തക്കാളി രസം ഉണ്ടാക്കാം. ഇതാണ് നമ്മൾ തക്കാളി രസം. കണ്ടോ, ഇത് ഒട്ടും തന്നെ തക്കാളി കാണില്ല. പെട്ടെന്ന് തന്നെ ഒരു 20 മിനിറ്റിൽ നമുക്ക് തക്കാളി രസം തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. ഒരു 7 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു സ്പൂൺ കുരുമുളക്, 3 വറ്റൽമുളക്, എരിവിനാവശ്യമായ മുളക് പൊടിയായാലും ചേർക്കാം. ഇനി ഒരു സ്പൂൺ ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടി, ഇതിലേക്കൊരു പഴുത്ത തക്കാളി. ഇവ നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതിലേക്ക് പുളി ചേർക്കണം. ഒരു ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി, ഇത്രയും തന്നെ പുളി നന്നായി ഒന്ന് പിഴിഞ്ഞ് വെള്ളം എടുക്കണം. ആ വെള്ളവും ഇതിലേക്ക് ചേർക്കണം. ഇത് എണ്ണയിൽ വഴറ്റുകയോ ഒന്നും തന്നെ വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇതിലേക്ക് പച്ച മല്ലി പൊടിച്ചത് 1 സ്പൂൺ ചേർക്കണം. വറുക്കാത്ത മല്ലിയാണ്, ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവ ചേർത്തതിന് ശേഷം നന്നായി നല്ല മണം വരുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ആ സമയത്ത് തിളപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇതിലേക്ക് ഒരു കഷ്ണം കായം, ഒരു ചെറിയ കഷ്ണം കായം അല്ലെങ്കിൽ 1 സ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇത് നന്നായി തിളയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഇനി ഇതിലേക്ക് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിൽ കടുക്, വേപ്പില എന്നിവ വറുത്ത് ചേർക്കാം. ഇതോടെ നമ്മൾ രസം റെഡിയായി. അടിപൊളി രസം. താങ്ക് യു.